ഞാൻ ആകെ ഫ്രോസൺ ആയി, ഞാൻ അങ്ങ് പൊട്ടിപ്പോയി. ഇതാണോ ഏതാ നല്ല ദിലു? ആദ്യം തന്നെ ഇവിടെ പൊട്ടിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്വസ്ഥമായി വന്ന എള്ളൊന്ന് കണ്ടിട്ട് പോകാന്നല്ലേ. ഇവിടെ ഇന്നലെ രാത്രി മുതൽ ഒരു 10 പിള്ളേരുള്ള വീടാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ആകെ മൊത്തം ബഹളമായിട്ടുള്ള ഒരു വീടായിരുന്നു. ബിക്കോസ് ഒരു 2 ദിവസം മുന്നേ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് സെറ്റ് ചെയ്യേണ്ട കുറച്ച് ചെറിയ ചെറിയ ഡെക്കോസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് തുറന്നെടുത്ത് വെക്കുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പം മൊത്തത്തിൽ പൊടിയുടെയും രാവിലത്തെ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഞാൻ ഇത് ഏകദേശം ഇതൊക്കെ പോലെ തന്നെ എന്താ വലിയ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ചപ്രാസി കോലത്തിൽ ഞാനിവിടെ നിൽക്കായിരുന്നു കേട്ടോ. ആ ചപ്രാസി കോലത്തിൽ ഞാൻ നിന്നപ്പം പെട്ടെന്ന് ബെല്ലടിച്ചു. അപ്പം മൃദു വന്ന് വൈകുന്നേരം വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ബെല്ലടിച്ചപ്പോഴത്തേക്കും ഞാൻ തക്കിട്ടിനോട് പറഞ്ഞു വേഗം പോയി വാതിൽ തുറക്കുമെന്ന്. അങ്ങനെ മൃദുമേമയായിരിക്കും എന്ന് പറഞ്ഞു. വാതിൽ തുറന്ന് അവള് ചിക്കു എന്ന് വിളിച്ചു. ഞാൻ പോയപ്പോഴത്തേക്കേ ഈ ഒരുത്തൻ 11 അവിടെ ഇങ്ങനെ ഡോറിന്റെ ഫ്രണ്ടിൽ ഒരു ഹെയർ ബാൻഡുമായി നിന്നിട്ട് ഹലോ എന്ന്. ഞാൻ മനസ്സിൽ എൻ്റെ പെട്ടെന്ന് വന്നത് ശങ്കുണുവിനെ പോലെ തന്നെയുള്ള ഒരു കുട്ടി. ഞാനാണെങ്കിൽ എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ പുതിയ അപ്പാർട്ട്മെന്റിൽ. പക്ഷെ ഇത് ശങ്കുണു ആണല്ലോ. പിന്നെ എനിക്ക് കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് എന്തോ ഒരു ആൾക്കാരുടെ ശബ്ദം കേൾക്കണ പോലെ തോന്നി. അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്നയോട് ഒളിച്ചിരിക്കാണ്. എൻ്റെ അമ്മോ, ഞാൻ നിപ്പിന് വടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും എക്സ്പെക്ട് ചെയ്യില്ലല്ലോ സിംഗപ്പൂരിന്ന് സർപ്രൈസ് ഏൽപ്പിക്കാൻ വേണ്ടി അവളും ശങ്കടും രാഹുലും വീട്ടിന്റെ മുമ്പിൽ എത്തുന്നുള്ളത്. ഞാൻ ആകെ ഫ്രോസൺ ആയി, ഞാൻ അങ്ങ് പൊട്ടിപ്പോയി. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു പുതിയ വീട്ടിനകത്ത് മാറുമ്പം എൻ്റെ അമ്മയും അച്ഛനും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരെത്രയും പെട്ടെന്ന് ഇവിടെ വരട്ടെ എന്നാൽ പിന്നെ എനിക്കിതൊരു വീടായിട്ട് തോന്നുമല്ലോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ മീൻസ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്ലോസസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് വരുമ്പോഴാണല്ലോ നമ്മുടെ എവിടെ താമസിക്കുകയാണെങ്കിൽ അതൊരു വീടായി മാറാന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവളും ഇങ്ങനൊരു സർപ്രൈസിൽ വരുന്നത്. സോ അതിൻ്റെയൊക്കെ കൂടി ഇമോഷണൽ. ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ ലൈഫ് ഇസ് ഫുൾഫിൽഡ് നൗ, ഇത് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് അവളെയും മോനെയും കണ്ടപ്പോൾ തോന്നിയത്. സോ രാഹുൽ വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു സൈഡിൽ നിന്ന്. അപ്പം എൻ്റെ ഇൻസ്റ്റന്റ് റിയാക്ഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. അയ്യോ എന്താ പോയി അപ്പോൾ കണ്ടല്ലോ അല്ലേ. അങ്ങനെ ഇറ്റ് വാസ് എ വെരി നൈസ് സർപ്രൈസ് ദാറ്റ് ഐ എവർ ഗോട്ട് ദിസ് ഇയർ. അപ്പോൾ അങ്ങനെ ആ ഒരു സർപ്രൈസിന് ശേഷം ആകെ അവർ 4 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ നിൽക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു തക്കിട്ടും ശങ്കടും ഒക്കെ സ്നേഹിച്ച് അടിച്ച് പൊളിച്ച് കളിച്ച് നടക്കുന്നു. പക്ഷേ ഒരു കുടുംബത്തിൽ 2 പിള്ളേർ ഏകദേശം ഒരു 3-4 വയസ്സിൻ്റെ ഡിഫറൻസിലുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എനിക്കും ചിന്നൂരും മനസ്സിലായി. എൻ്റെ അമ്മോ, തല്ലും പിടിയും തൊഴിയും എൻ്റെ അമ്മ ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. തക്കിട്ടു പിണങ്ങുന്നു, പിന്നെ ഇണങ്ങുന്നു, പിന്നെ അടിക്കുന്നു, പിന്നെ അയ്യോ ഒന്നും പറയണ്ട. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിചാരിച്ചു ഇവിടെ വീട്ടിലിരുത്തിയാൽ ശരിയാവില്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി വരാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഞാനും ചിന്നും വലിയ ഫോളോവേഴ്സാണ് OHF ഫാമിലി. അപ്പോൾ ഒരു ഹാപ്പി ഫാമിലി, സ്പെഷ്യലി പ്രിയ. ഷീസ് ബിൻ എ ഗ്രേറ്റ് ഫ്രണ്ട് സിൻസ് സോ മെനി ഇയേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയയുടെ എക്സിബിഷൻ എപ്പോഴും അറിയാറുണ്ടെന്നല്ലാണ്ട് പ്രിയ അതിനെക്കുറിച്ച് പറയാറുണ്ടെന്നും അല്ലാണ്ടും
വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല. സോ ചിന്നു ഒരു ആർഡൻറ്റ് ഫാൻ ആൻഡ് ഫോളോവറും കൂടെ ആയതുകൊണ്ട് കം ഓൺ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞു. അവന് ശരി, അവളും കൂടെ കമ്പനിക്ക് ഉള്ളതുകൊണ്ട് എക്സിബിഷൻ പോയിട്ട് വരാമെന്ന് ചോദിച്ചു. സോ ഇറ്റ്സ് എ ഡേ ഔട്ട് വിത്ത് തക്കിട്ടു ശങ്കർ. റെഡിയാകാൻ പോവാണ്. അപ്പോൾ വേഗം ആ എക്സിബിഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ അവിടെ നിന്ന് എടുക്കാം തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി പ്രിയാനോട് പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നുണ്ട് എന്നുള്ളത്. സോ ലെറ്റ്സ് സി ഹൗ ഇറ്റ് ഈസ്. അത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം തക്കിട്ടുള്ള ഡാൻസ് ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാരാണ് നമ്മുടെ എൻട്രൻസിൽ കയറി വരുമ്പോ തന്നെ സ്വീകരിക്കാൻ ഇവർ രണ്ടുപേരും നല്ല അടിപൊളി ലുക്കില്. ഇതിനെന്താ പറയാ ഈ ഒരു കോമ്പിനേഷൻ? ഇതൊരു വെസ്റ്റേണും ഇതൊരു ഇന്ത്യനും വർഷത്തിലൊരിക്കൽ അത് കാണാൻ വേണ്ടി എന്റെ അനിയത്തി നിങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. ഞാൻ ആക്ച്വലി എല്ലാ വർഷവും പ്രിയ പോസ്റ്റർ അയച്ചു ഇതൊന്ന് ഷെയർ ചെയ്യൂന്ന് പറയുന്നല്ലാണ്ട് നേരിട്ട് വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഐ എം സോ ഗ്ലാഡ്. എന്തിനു ഇങ്ങനെ വരുമ്പോൾ ഒരു രസം. ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അതെ അതെ അതെ. ആൻഡ് ഇറ്റ്സ് ഹ്യൂജ്. ലൈക്ക് ലുക്ക് അറ്റ് ദിസ്. എനിക്ക് തോന്നുന്നു ഞാൻ അതെ ഇവിടെ ഒരു സാന്റക്ലോസ് ഒക്കെ. ഹായ് മേരി ക്രിസ്മസ് അപ്പൂപ്പ. ഇറ്റ്സ് ആക്ച്വലി വെരി ഹ്യൂജ്. ഐ എം ഗ്ലാഡ് ആക്ച്വലി ഐ കേം ട്ടോ. ഇവിടെ തന്നെ ആയിരുന്നോ? അല്ലല്ലോ. ആ ഓക്കെ. ഇനി അടുത്ത വർഷം അടുത്ത തവണ നിങ്ങൾ ഔട്ട്ഡോർ ഓഡിറ്റോറിയം സെറ്റപ്പ് ഗ്രൗണ്ടില് അങ്ങനെയൊക്കെ ആയിരിക്കും. ഫിംഗേഴ്സ് ക്രോസ് അല്ലേ? ഓ മൈ ഗോഡ്. ഏയ് വേദു, ഹാപ്പി ബർത്ത്ഡേ വേദു. നമുക്കിവിടെ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടോ? ഓക്കെ, കുറച്ച് ആണോ? പോയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഇനി ഞാൻ എല്ലാം ഒന്ന് ഓരോന്നോരോന്നിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടെ. എല്ലാം സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ പൊക്കിക്കൊണ്ട് പോകട്ടെ. Anyway, carry on guys. Expect the unexpected. ഈ ഡ്രസ്സോ? ഓ നൈസ്. ഇത് പ്രിയ ആന്റിയുടെ ഷോപ്പാണ്. ബാങ്കോക്ക് ഫാഷൻ. ഇറ്റ്സ് ഫ്രം ബാങ്കോക്ക്. ഓൾ ഡ്രസ്സസ് ഹിയർ ആർ ഫ്രം ബാങ്കോക്ക്. അപ്പോൾ ഞാൻ പ്രിയയുടെ ബാങ്കോക്ക് ഫാഷനിൽ ആദ്യം തന്നെ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സോ തക്കിട്ടു ഇതാണോ ഇതാണോ ഏതാ നല്ല? ഇതാ ഇതല്ല ഇതാ. You sure? Yeah, I think that's one more option തരാം. ഇതുണ്ട്. ഏതാ? This one? See, this one? This one? yeah. Or this one? തകിട്ടുണ്ട് ബാക്കിൽ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. ആ ചേട്ടനെ എടുക്ക്. ബ്രോ പറയൂ ഏതാ ബെറ്റർ? ഇതാണ്. അപ്പൊ തക്കിട്ടു സെയിം ടേസ്റ്റ്. He's also asked me to get this. അപ്പൊ ഇതെടുക്കാം അല്ലേ? Okay, thank you. നമുക്കിതെടുക്കാം. ഒരാൾ ഇവിടെ വന്ന ഉടനെ എന്നെ വഴി തെറ്റിച്ച് ബാങ്കോക്ക് ഫാഷൻ കാണിച്ചിട്ട് ഞാനിതേ അപ്പൊ തന്നെ ഒരു സാധനം എടുത്തു. ഹലോ, നമ്മൾ കഷ്ടപ്പെടുത്തുന്നതിന് അതിനായിട്ടുള്ള റിസൾട്ട് ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ ഒന്നും പറയരുത്. ഓക്കെ, അങ്ങനെ എന്നാ പിന്നെ ഞാനൊരു 10-15 എടുക്കാം. അങ്ങനെ പറയരുത്. ദിലു ആദ്യം തന്നെ ഇവിടെ പൊട്ടിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ പോവാട്ടെ. ഇത് ശരിയല്ല. കുട്ടികളെ വന്നപ്പോ ഒരാളുണ്ട് ബാക്കിന്ന് ഹലോ എന്ന് പറഞ്ഞ് ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. What a surprise in a cuteness package. I'm good. How are you?
ഞാൻ ആക്ച്വലി സുൽത്താന്റെ വ്ളോഗ്സ് ഒക്കെ സ്ഥിരം കാണുന്ന സമയത്ത് എവറി 2 minutes ഐ എം ലൈക്ക് ഷീ സോ ക്യൂട്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം. ആൻഡ് ഇറ്റ് വാസ് എ പ്ലസന്റ് സർപ്രൈസ് ആക്ച്വലി. ഞാൻ ആക്ച്വലി എവിടെ ഋഷി എന്നോട് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു സ്വസ്ഥമായി വന്ന് എല്ലാം ഒന്ന് കണ്ടിട്ട് പോകുന്നല്ലേ. ഞാൻ ഈ അടുത്ത് നമ്മൾ നിങ്ങളുടെ ഹോം ടൂർ വീഡിയോ കണ്ടിട്ട് വി വർ ലൈക്ക് ഓക്കെ ഇതുപോലത്തെ ഒരു ക്ലോക്ക് ഞങ്ങൾക്കൊന്ന് നോക്കി വെക്കണം. അങ്ങനെ വി വർ ടേക്കിംഗ് നോട്ട്സ് ലിറ്ററലി ഫ്രം ദാറ്റ് ബിക്കോസ് നമ്മൾ മൂവ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ട് എന്തൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. സോ നമ്മളെ റെഫറൻസ് വീഡിയോസ് ഒക്കെ ആയിരുന്നു അത്. What are you taking, Takito? Looks yummy, right? Yeah, and that's വിചാരിക്കാണ്ട് OHF എക്സിബിഷൻ വന്നു. It was really nice. കുറെ പേര് വന്ന് ഒത്തിരി സംസാരിച്ചു. കുറെ പേര് chair ഉണ്ടോ? ക്വീൻ. തക്കിട്ട് ഇരുന്നത് തക്കിട്ട് ക്വീൻ. തക്കിട്ട് ഇരുന്നില്ലെങ്കിലും തക്കിട്ട് ക്വീൻ. ക്വീൻ ഓഫ് മൈ ലൈഫ്. ഞാൻ ഇരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ചിന്നുന്റെ ഐഡിയ ആയിരുന്നു ബേസിക്കലി OHFന്റെ എക്സിബിഷന് വരണം കാണണം എന്നൊക്കെ. അപ്പൊ ഞാൻ ഓക്കെ ശരി ഒരുമിച്ച് പോവാന്ന്. പക്ഷെ പാവത്തിന് ഒരു 2 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. കണ്ടോ എല്ലാം ഇവൻ കാരണമാണ്. അവർക്കൊരു സാധനം വാങ്ങിക്കാനും പറ്റിയില്ല, ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. സോ ചിന്നുന്റെ നാളത്തെ പ്ലാൻ രാഹുലും അമ്മയും ഒക്കെ ആയിട്ട് ഇവിടെ വരണം എന്നാണ്. സോ ഞാൻ എന്തായാലും വന്നു, എന്തൊക്കെയോ മേടിച്ചു. എന്റെ റൂം കാണിക്കുമ്പോ ഇനി പുതിയ റൂം ആവും എന്റേത്. ഒരു സർപ്രൈസ് ഉണ്ട്. തക്കിട്ടുവിന്റെ റൂമിൽ ഒരു പുതിയ അഡിഷൻ നമ്മൾ കണ്ടെത്തി. അത് തക്കിട്ടു തന്നെ കസ്റ്റമൈസ് ചെയ്ത് DIY ചെയ്യാൻ പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. അപ്പൊ hope you like the small little vlog. Yeah. Bye, have fun.